മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവി കൊള്ളണമേ. കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറിടങ്ങൾ നീർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തെ നിന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തര വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
സ്തോത്രം 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 ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ഈ മാതാവിൽ ആരംഭിച്ച പ്രവൃത്തി ദൈവം അതിന്റെ മഹത്വപൂർണ്ണതയിൽ എത്തിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ഈ ഭൂമിയിൽ ജീവിപ്പാൻ മണ്ണുകൊണ്ട് നൽകപ്പെട്ടതായ ഒരു ശരീരത്തിൽ ആത്മാവും ജീവനും അടങ്ങി ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കോണം ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആവശ്യമായതെല്ലാം ദൈവം നൽകിക്കൊടുത്ത് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 കുടുംബമായി മക്കളും കൊച്ചുമക്കളെല്ലാം കാണുവാനുള്ള ഭാഗ്യം ദൈവം നൽകിയതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ഈ ഭൂമിയിലെ വാസം തീർന്നപ്പോൾ ഇവിടെ കയറി വരിക എന്നുള്ള ശബ്ദം കേട്ട് പ്രിയ മാതാവ് പ്രിയം വെച്ച കർത്താവിലേക്ക് ചേരുവാൻ തക്കോണം ദൈവം ഭാഗ്യം കൊടുത്തതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ദാനിയേലിനോട് കർത്താവ് പറഞ്ഞതുപോലെ നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും എന്നുള്ളതായ ആ വാഗ്ദത്ത പ്രകാരം പ്രിയ മാതാവിനും വാഗ്ദത്ത പ്രകാരമുള്ള അവകാശം പ്രാപിപ്പാൻ ദൈവം ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നിൽക്കേണ്ടതായ ദിവസമുണ്ട് എന്ന് കാണുന്നു. അപ്രകാരം പ്രാപിപ്പാൻ തക്കവണ്ണം എല്ലാവരും ഒരുക്കപ്പെടുന്നു. അപ്രകാരം ഈ മാതാവും ഒരുക്കപ്പെട്ടു വരുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 എല്ലാവരെയും കർത്താവ് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ആശ്വസിപ്പിക്കണം, ധൈര്യപ്പെടുത്തേണ്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 തുടർന്ന് നടക്കേണ്ടതായ ശുശ്രൂഷകളെല്ലാം നന്നായി നടക്കുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി സ്തോത്രം ചെയ്യാം. ദൈവമലയാക്കി ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പും അതിനുശേഷവും ഈ ഭവനമായി പാരമ്പര്യങ്ങൾക്ക് പ്രോപ്പർട്ടിയുള്ള കാലയളവ് മുതൽ ഉള്ള ബന്ധങ്ങൾ ഞങ്ങൾക്ക് സാറുമായി ദീർഘവർഷങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ടായതിനു ശേഷമാണ് ഈ വീട്ടിലുള്ള സഹോദരി സാറാകൃഷ്ണൻ അതുപോലെ തന്നെ ഐശ്വര്യചാനവരുമായി എനിക്ക് ബന്ധം സ്ഥാപിക്കുവാൻ ദൈവമലയാക്കിയത്. ഞാൻ ഈ വാൽക്കോമിൽ IPC കെബ്രോൺസിന്റെ പാസ്റ്റായിരിക്കുന്ന സമയത്ത് ഈ വീടുമായി വന്ന് നല്ല ഒരു ആത്മീയ ബന്ധം സ്ഥാപിപ്പാൻ ദൈവമലയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പച്ചയായ സുവിശേഷം ഈ വീട്ടിലുള്ളവരോട് ഒരു മറയുമില്ലാതെ പറയുവാൻ രക്ഷയെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ച്, ആത്മനിർഭരത്തെക്കുറിച്ച്, വിശുദ്ധ ജീവിതത്തെക്കുറിച്ച്, അതിനേക്കാൾ അപ്പുറമായി വരുവാനുള്ള ന്യായവിധിയെക്കുറിച്ച് ഒക്കെ ഞങ്ങൾക്ക് ഒന്നിച്ചേർത്തിരുന്ന അടിസ്ഥാനത്തിൽ പങ്കുകൊടുക്കാനൊക്കെ സർവസ്ഥനായ ദൈവമിടയാക്കി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പണ്ട് നമ്മുടെ ശവപ്പെട്ടിയിലൊക്കെ മുകളിൽ ഒരു വാക്യം ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇന്ന് ഞാൻ നാളെ ഇന്ന് പകലും പ്രിയ മാതാവിനെ നാം നല്ല ഒരു യാത്രയിൽ കൊടുക്കുമ്പോൾ ഇവിടെ പാടുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രിയ മാതാവിന് വേണ്ടി അല്ല, എന്നാൽ ഈ പ്രിയ മാതാവിൻ്റെ മൃതശരീരം മൂലമായി നമ്മൾ ചില മെസ്സേജുകൾ പങ്കുവയ്ക്കുകയാണ്. നഗ്നനായി മനുഷ്യന് ഭൂമിയിൽ വന്നു, നഗ്നനായി നാം മടങ്ങി പോകുമ്പോൾ യാതൊന്നും കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നില്ല. മരണം
അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം വെച്ചതല്ല മനുഷ്യൻ ചോദിച്ചു വാങ്ങിയത്. കൽപ്പനരംഗിയായ മനുഷ്യൻ നിത്യമരണത്തിന് ന്യായവിധിക്ക് ഹേതുവായി. എന്നാൽ തന്റെ സൃഷ്ടിയുടെ മനോഹരമായ മനുഷ്യനെ നിത്യമരണത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തു എന്ന ഏകജാതനെ നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർത്തു കളഞ്ഞു. ആ സ്നേഹം ഈ വീട്ടിലുള്ള പല സഹോദരങ്ങളും അറിയുവാൻ ഇടയായി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയ മാതാവിന് ഞാൻ നന്നായി വന്ന് പാട്ടുപാടുകയും വൈകുന്നേരങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ദൈവവചനമൊക്കെ നന്നായി പങ്കുവയ്ക്കുവാൻ ദൈവം എനിക്ക് നല്ലൊരു ഓപ്പറേഷൻ തന്നു ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ മാതാവിന് സ്നാനപ്പെടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ആരോഗ്യപരമായ ചില വിഷയങ്ങൾ കൊണ്ട് അതൊന്നും നടന്നില്ല. എന്നാൽ ഇന്ന് പകരം ഒരു പാസ്റ്റർ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് പറയുവാനുള്ളത്, മരണം കൊണ്ട് തീരുന്നതല്ല ഈ ഭൂമിയിലെ വാസം. കേവലം ചില 60, 70, 80 വർഷത്തെ കഠിനാധ്വാനം മാത്രമേ നമുക്ക് കൈമുതലാകുകയുള്ളൂ. പണിതുപോലെ എത്ര മാളികൾ പണിതാലും എത്ര കൈയിട്ടാലും എന്തൊക്കെ ചെയ്താലും വാത്സല്യമുള്ളവരെ ഒരിക്കൽ ഞാൻ പോകും. എങ്ങോട്ട് പോകും എന്ന് പകരം ചില മിനിറ്റുകൾ ഒന്ന് ചിന്തിക്കണം. ഇവിടെ പച്ചയായ രീതിയിൽ ദൈവവചനം നാം കേട്ടവരാണ്. പക്ഷേ നാം കേട്ടവചനം ശിക്ഷാവിധിക്ക് കാരണമായി തീരാതെ ഈ മാതാവിന്റെ ദൈവവിയോഗത്തിൽ നാം ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം മരണം ഒരു ഗ്യാരണ്ടി ഇല്ലാത്തത്. ഏത് സമയത്തും മരണത്തിന്റെ കാലാവസ്ഥകൾ നമ്മെ പിടിക്കും. അത് കുട്ടിയിലായാലും കുടിയിലായാലും കൊട്ടാരത്തിലായാലും യാത്രയിലായാലും മനുഷ്യന്റെ അവസാനം മരണം എന്ന വാതിലൂടെ അവൻ നിത്യ നരകത്തിലേക്ക് അല്ലെങ്കിൽ നിത്യ ജീവനിലേക്ക് കടന്നു പോവുക. നമ്മുടെ നീതിപ്രവർത്തികൾ കൊണ്ട് ഒന്നും നാം സ്വർഗ്ഗരാജ്യത്തിലേക്ക് പോകുന്നില്ല. വിശ്വാസത്താലത്രേ നാം വാഗ്ദത്ത ദേശത്ത് എത്തുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ എനിക്ക് വീട്ടിലുള്ളവരെ കണ്ട് സ്തോത്രം ചെയ്യുവാനും മാതാവിന് ഒരു യാത്രയിൽ പങ്കെടുക്കുവാനും എനിക്ക് ഇവിടെയായവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. നാം എവിടെ ജനിച്ചു, എവിടെ പാർത്തു, ഏത് കണ്ടുകളിൽ ജോലി ചെയ്തു, ഏത് ബിസിനസ് ചെയ്തു, എത്ര അക്കൗണ്ട് നമുക്കുണ്ട് എന്നതല്ല ദൈവം നമ്മെ കുറിച്ച് ചോദിക്കുന്നത്. ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി സുവിശേഷപ്രകാരം ഞാൻ നിങ്ങൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിത്യമായ സ്വർഗത്തിലേക്ക്, വിശ്രമസ്ഥലത്തിലേക്ക് ഞാൻ നിങ്ങൾ പോകുന്നതായി ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഈ പ്രിയമാതാവിനെ പറഞ്ഞ ഞാൻ നേരത്തേക്ക് വരുമ്പോൾ ഒത്തിരി കഷ്ടപ്പാടുകൾ പറയും. പട്ടിണി, ദാരിദ്ര്യം, മക്കൾക്കെല്ലാം വിളമ്പി കൊടുക്കുന്ന ശേഷം കഴിക്കാൻ ആഹാരം ഇല്ലാത്ത അനുഭവങ്ങൾ. എന്നാൽ പ്രിയമുള്ളവർ, അതിനൊക്കെ ദൈവം വ്യത്യാസം വരുത്തി, കഷ്ടത മാറ്റി, പട്ടിണി മാറ്റി, കേറിയത് മാറ്റി, വാഹനങ്ങളൊക്കെ തന്നു. ഇതൊന്നും ഞാൻ ലഭിച്ചു. എന്നാൽ മരണത്തിനപ്പുറം ഞാൻ നിങ്ങളുടെ ഇവിടെ പോകും. അവിടെ ഭാര്യ കാണില്ല, പാസ്റ്റർ കാണില്ല, അച്ഛൻ കാണില്ല, മാതാപിതാക്കൾ കാണില്ല, കുഞ്ഞുമക്കൾ കാണില്ല. ഒരു വാക്യം കൂടി വായിച്ച് നിർത്തട്ടെ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം നമുക്ക് നിയമിച്ചിരിക്കുന്നു. എന്നാൽ റോമാലേഖനം 8-ാം അധ്യായം പറയുന്നു, എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത്, എന്റെ രോഗത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത്, എന്റെ ശാപം യേശു ചുമന്നു നീക്കി. എന്റെയും നിങ്ങളുടെ ശിക്ഷാവിധി യേശുവിനെ ചുമത്തിയപ്പോൾ അവരെ കണ്ടാൽ ആളായെന്ന് തോന്നുമാറ് ദൈവമായി. ഒരു നിമിഷം ചിന്തിക്കണമേ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ നമ്മുടെ മേൽ ചുമത്തിയാൽ പ്രസവിച്ച അമ്മയ്ക്കും ജന്മം തന്ന പിതാവിനും നമ്മെ തിരിച്ചറിയാൻ കഴിയാതെ വിധം ഞാൻ നിങ്ങളും ദൈവമായി തീരും എന്ന കാര്യം ബാക്കിയുണ്ട്. ഇന്നും പകരം ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്ത്രീകളെ, നമ്മുടെ നിത്യത എവിടെയാണ്? കർത്തവനാണോ, വെളുത്തവനാണോ, ധനിജനാണോ, നായരാണോ, ഈഴവനാണോ, ചെടിയുടെ കാശാണോ, അല്ലെങ്കിൽ പ്രൈവറ്റ് നഷ്ടപ്പെട്ട് വീട് വെച്ച് തീർക്കുവാൻ ഉള്ളതല്ല. അതിനപ്പുറത്ത് ഒരു നിത്യതയെ നോക്കി ഓടുവാൻ ഇന്ന് പകൽ പ്രിയമാതാവിന്റെ ദേവവിയോഗ ശുശ്രൂഷ നിങ്ങളുടെയും എന്റെ ജീവിതത്തിൽ ഒരു പുനഃത്തിലേക്ക് മുഖാന്തരമായി തീരട്ടെ. അടയാളികൾ നഗ്നനായി തന്നെ പോകുമേ, ലോകത്തിലെനിക്കില്ലായാതൊന്നും എന്നെ കൂടന്നു പോരുവാൻ. ലോകത്തിലെനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ, ലോകത്തിലെനിക്കില്ലായാതൊന്നും
നിത്യജീവനിലേക്ക് എത്തിച്ചെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ അടിവരയിട്ട് പറയട്ടെ, യേശുവിന്റെ ക്രൂശുമരണം എന്റെയും നിങ്ങളുടെയും നിത്യജീവന് മുഖാന്തരമായി തീർന്നെങ്കിൽ ഈ മാതാവിന്റെ മരണത്തിൽ നാം കടന്നു വന്നത് നമ്മുടെ നിത്യജീവന് മുഖാന്തരമായി തീരട്ടെ എന്നാൽ മാത്രമായി പ്രാർത്ഥിക്കുന്നു. ഈ രൂപരായിരിക്കുന്ന പ്രിയ കുടുംബത്തെ, മക്കളെ, കുഞ്ഞുമക്കളെ, മരുമക്കളെല്ലാം ദൈവിക സമാധാനമുണ്ട്, ദൈവിക പ്രത്യാശയുണ്ട്. ദൈവം നിറയ്ക്കട്ടെ. ഈ കുടുംബത്തിൽ ദൈവിക പേര് നിരന്തരം ഉണ്ടാവുക ദൈവമുടെയാകട്ടെ. ദൈവസഭ പറമ്പായി സഭയുടെ അനുശോചനവും പ്രാർത്ഥനയും ദൈവവുമായി പങ്കുവെച്ച ഈ സമയം പ്രിയമുള്ളവർക്ക് നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ആശീർവദിക്കുന്നു. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ചവയ്ക്കുന്നു ഞാൻ ബലിയിൽ. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു. മുന്നിൽ തിരുവോസ്തി മുന്നിൽ അനുതാപമോടിതാ നിൽപ്പൂ. അൾത്താരമുന്നിൽ തിരുവോസ്തി മുന്നിൽ അനുതാപമോടിതാ നിൽപ്പൂ. എൻ കൈകളെന്നും പാവനമാക്കൂ, ഹൃദയത്തിൽ എന്നും വസിക്കൂ. അനുഗ്രഹിക്കൂ നാഥാ വേഗം. കൈനീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ.